ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് കേട്ടോ. നമ്മുടെ കോവയ്ക്ക തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കോവയ്ക്ക അഥവാ ഇവികയുടെ എന്നറിയപ്പെടുന്ന വെജിറ്റബിൾ ആണിത്. ഈ വെജിറ്റബിൾ വെച്ചിട്ടുള്ള തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ ഈ കോവയ്ക്ക എന്ന് പറയുന്ന ആളൊരു കുഞ്ഞനാണെങ്കിലും പോഷകത്തിൻ്റെ കാര്യത്തിൽ വളരെ സമ്പന്നനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കയിൽ. കോവയ്ക്ക ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും വൃക്കയുടെയൊക്കെ പ്രവർത്തനം നന്നായി നടക്കാൻ കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനിവിടെ കോവയ്ക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരത്തോളം നമുക്കിങ്ങനെ കുഴച്ചിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 15 ചെറിയുള്ളി ഞാൻ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിന്. ഇനി അതിലേക്ക് സ്വല്പം ജീരകം, ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് വേണം ജീരകം എടുക്കാൻ. അത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും അതുപോലെ പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഈ ചതച്ചെടുത്തതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ഞാൻ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കോവയ്ക്കയിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കോവയ്ക്ക വേവിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. കാരണം നമുക്കിത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം കോവയ്ക്ക എന്ന് പറയുന്നത് കോവയ്ക്കയുടെ ഉള്ളിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി തുറന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിടണം. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇളം കോവയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നതുമാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് തേങ്ങയൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയായി. അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കോവയ്ക്ക തോരൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്